ഹായ്, ഇതിൽ ഷഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഒന്ന് ചേമ്പിനെ പറ്റി കൂടുതൽ പറയാനുള്ള തന്നെയാണ്. ചേമ്പിൻ്റെ വിളവെടുപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഒരുപാട് മരടുണ്ട് ഇവിടെ. അപ്പോൾ ചേമ്പ് വിളവെടുപ്പ് കഴിഞ്ഞാൽ ചേമ്പിന് ഓർഡറുകൾ ഇങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഒരു ദിവസം 3-4 കിലോ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കൊടുക്കുന്നത് 65 രൂപയാണ്, പുറത്ത് 80 രൂപയാണ് വില. അപ്പോൾ ആ വിലക്കാണ് കൊടുക്കുന്നത്. പിന്നെ നാടൻ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ നല്ല ഓർഡറാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് മാന്തളിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. കാരണം ഈ നിർത്തിയാൽ എന്താ കുഴപ്പമെച്ചാൽ ഇത് വിത്ത് മുള പൊട്ടിയിട്ട് വിത്ത് തയ്യായി പോകും. അപ്പോൾ അത് നമുക്ക് വമ്പൻ നഷ്ടം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നമുക്ക് കാട്ടണത് കേട്ടോ. അപ്പം ചേമ്പ് മഴ അങ്ങനെ പെയ്താൽ ഇതായി പോവും. ഇത് ഉറച്ചു കിടക്കുന്ന മണ്ണായി പോകും. അന്നത്തെ മണ്ണ് കയറ്റിയാലാണ് ഇതിൽ വിത്തൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായത് കേട്ടോ. ഇത് വിത്തുള്ള മാതിരിയാണ് കണ്ടിട്ട്. ഉണ്ടോ ഒരു തൊണ്ടന്മാർ തിന്നുണ്ട്. അപ്പം ഇനി വെച്ചിട്ട് കാര്യമില്ല. വിത്തുകൾ ഉള്ളത് ചെറുതൊക്കെ ഞങ്ങൾ പൊഴി തിന്നു, വലുത് ഞങ്ങൾ ബുക്ക് ചെയ്യല കേട്ടോ. ഇതിലത്തെ കഴിഞ്ഞത് ഇത്ര കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു മരടാട്ടം വന്നത് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് നഷ്ടമാണ്. ആരെങ്കിലും വേണമെങ്കിൽ ഞങ്ങളെ ഇൻബോക്സിൽ വരാം. ഇത് ചെറുതാണ്, ഇതിൽ ഒരു വിത്ത് പോലും ഇല്ല കേട്ടോ. എന്താ തൈ മോശമാണ്. ഇല്ല ഇതിൽ നമുക്ക് ഒരു വിത്ത് ഉണ്ടല്ലേ. ഇപ്പോൾ കൈക്കോട്ടിട്ടുണ്ട് ഉണ്ടാ 2 വിത്ത് ഉണ്ടാ. ഇത് നല്ല വിത്തുണ്ട്, മാന്തിയിട്ട് നമുക്ക് കിട്ടില്ല. കണ്ടോ ഇത് വിത്ത് കണ്ടില്ലാണ്. 1 2 4 ഒന്ന് പൊട്ടിക്കണം, 5 6 7 അത്യാവശ്യം വിത്തുണ്ട് കേട്ടോ. എത്ര വിത്തുണ്ട് പറഞ്ഞുതരാം. 1 2 3 4 5 6 7 8 9 10 11 വിത്ത് ഇപ്പോൾ നമുക്ക് നിന്ന് കിട്ടിയാണ്. 12 വിത്ത് കിട്ടി കേട്ടോ. ചെറുതാണ്, എന്തായാലും 12 വിത്ത് പറഞ്ഞാൽ നമ്മളെ കൃഷീനെ അപേക്ഷിച്ചിട്ട് നമുക്ക് വലിയ കിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ 4ാമത്തെ മരട കേട്ടോ മാന്തണ്. ഇത് വിത്തായിട്ട് ഉപയോഗിക്കാം. അത്രയും മൂത്ത വിത്തായതുകൊണ്ട് ഒരു വിത്തും കൂടെ അതിൽ പൊട്ടിക്കാണ്ട്. കേട്ടോ വിത്ത് കേട്ടോ, നല്ല അടിപൊളി വിത്താണ്. 2 1 2 ചെറുതൊക്കെ ഞങ്ങൾ പോയിട്ടില്ല. 4 5 6 7 8
റെക്കോർഡ് വിളവെടുപ്പാണ്. ഇവിടുത്തെ മണ്ണിനെ അപേക്ഷിച്ചിട്ട് നല്ല മെച്ചമുള്ള വിത്ത് കൃഷിയാണ്. അങ്ങനെ 5ാമത്തെ ചേമ്പാട്ടങ്ങൾ മാത്രം നല്ല ഉഷാറ് ചേമ്പാണ്. നല്ല പൊടി ഉണ്ടാവും. ഈ നല്ല കൊട്ടൻ വേനലൊക്കെ മാന്തുമ്പോൾ ഇപ്പം മഴ പെയ്താലാണ് ഇതിനൊക്കെ നാശം വരിക. ഇതിൽ കുറവാണെന്നുണ്ട് കേട്ടോ. 1 2 ചെറുതാണ്. ചെറുതൊക്കെ നമുക്ക് പുഴുങ്ങെടുക്കാം. ഇതൊരു ചെറിയ മരം കേട്ടോ. അതിലും കുഴപ്പമില്ല. ചെറിയ മരടാണെങ്കിലും ചെറിയ വിത്താണെങ്കിലും ചെറിയൊരു വിത്താണെങ്കിലും നമുക്ക് കറക്കിയെടുത്തൂടെ. മോശമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഏരിയ മൊത്തം ഞങ്ങൾ ഇനി ചേമ്പ് മാന്തുകയാണ്. എടുക്കണം. ഇതിലേക്ക് ചെറിയ വിത്താണ്, അത്യാവശ്യമുണ്ട് കേട്ടോ. കോഴിവളം നല്ല ഉഷാറാട്ടതിന്. കോഴിവളം ഇട്ടുണ്ട് നിങ്ങൾ. അടുത്തത് ഒരു ചേമ്പിൻ്റെ മരട് മാന്തിയപ്പോൾ ചെറിയ മരടായിട്ട് അതിൽ ഞങ്ങൾക്ക് 10-12 വിത്തിട്ടേനി. ഇപ്പം ഇനി ഇതാണ് നമ്മൾ മാന്തിയത്. ഇതിൻ്റെ വലിയ മരടാണ്. അപ്പോൾ ഇതിലിപ്പോൾ എന്തുണ്ടാവും എന്നുള്ളത് നമുക്ക് പറിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് വിവരം കിട്ടും. ഇതൊക്കെയാണ് ഇതിലെത്ത് ഉണ്ടോ. ഇതാണ് വിത്ത് മുളയ്ക്കാൻ അറിയണത്. വിത്ത് മുളയ്ക്കാൻ പോണ ചേമ്പാത് കണ്ടോ. ഇതിൽ നല്ല വിത്താണ്. കണ്ടോ, ഇത്രയും വിത്തുണ്ട്. ഇതൊരു വിത്ത്. ഇത് അമ്മ വിത്താണ്. ഇതൊക്കെയാണ്. ഇത്രയൊക്കെ വിത്ത് പ്രതീക്ഷിച്ചാൽ മതി, കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കണ്ട. മണ്ണ് ഈ ഇഞ്ചിക്ക് ആ മണ്ണ് വെത്തിയിട്ടപ്പോൾ അതിലൊരു ചേമ്പിന് ചെറിയൊരു പൊടി മാറ്റിയ സാധനം കിടന്നു. അത് മതി. കയ്യിൽ എന്തുണ്ട് നോക്കട്ടോ. അത്ര സന്തോഷമുണ്ട്. ഇതാ ഉള്ളത് മറ്റേ പഠിച്ച് ചെതലാണ് കേട്ടോ തിന്നണത്. അതാ അതിൽ ഒന്നും ഇടാത്തുണ്ടാക്കിയ സാധനം. അങ്ങനെ ചെറിയൊരു മരടും കൂടെ. കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.